ഞാൻ നേരത്തെ 2-3 വീഡിയോകളിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, യൂറോപ്പിലെ ഇപ്പോഴത്തെ ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അവിടുത്തെ ബോംബ് ബ്ലാസ്റ്റ്, വണ്ടി ഇടിച്ച് കയറ്റി കൊല്ലുക, റെഫ്യൂജീസ് ആയിട്ട് വന്നവർ, അസൈലമായിട്ടൊക്കെ വന്നവർ പിന്നീട് ഏത് രീതിയിലാണ് മാറിയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ശ്രമിക്കുകയാണ് വീഡിയോ. കാരണം ഇത് ഞാൻ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. കാരണം യൂറോപ്പിലുണ്ടാകുന്ന വയലൻസ്, ഈ വയലൻസിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ അടുത്ത നൂറ്റാണ്ടെടുക്കുകയാണ് ഇതേപോലെയുള്ള അകത്ത് കയറിയ ശേഷം മതത്തിൻ്റെ പേരിൽ അവിടെയുള്ള ജനതയെ വണ്ടി കയറ്റി കൊല്ലുന്നു, ബോംബ് വെച്ച് കൊല്ലുന്നു, പള്ളിയിൽ കഴുത്തറുത്ത് കൊല്ലുന്നു. ഇപ്പം ഏകദേശം 20 വർഷമാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ റെഫ്യൂജീസ്, അതായത് അസൈലും അവിടുത്തെ പൊളിറ്റിക്കൽ ക്രൈസിസും വാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആളുകൾ അവിടെ വരാൻ ശ്രമിച്ചത്. അപ്പം ആ സമയത്ത് ഫ്രാൻസിൻ്റെ ഒരു ഫിലോസഫിക് റൈറ്റർ, അദ്ദേഹം എക്കണോമിക് റൈറ്റർ കൂടിയാണ്, സോഷ്യോളജി റൈറ്ററാണ്. അദ്ദേഹം ഒരു ലേഖനം എഴുതിയിരുന്നു ഫ്രഞ്ച് പത്രത്തിൽ. ഇന്ന് ആ ലേഖനം വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ലേഖനത്തിൽ പറയുന്ന കാര്യം, അതായത് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് അറബ്, ആഫ്രിക്കൻ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് കുടിയേറുന്നവർ ഈ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ പ്രശ്നങ്ങളുമായി ചുറ്റപ്പെട്ട് ആ രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക എല്ലാത്തിനെയും തടസ്സപ്പെടുത്താൻ, കാരണം അവൻ്റെ ലൈഫ് അൺസർട്ടനിറ്റി ആകുന്നു. അതായത് വീണ്ടും ടെൻഷനിലോട്ട്, കാരണം അവർക്ക് സ്വാതന്ത്ര്യം എല്ലായിടത്തും ഒരു സംശയത്തോടു കൂടി പോകേണ്ട ഒരു ഗതികേടുണ്ടായാൽ ഏത് രീതിയിലായിരിക്കും ഈ രാജ്യങ്ങൾ പ്രതികരിക്കേണ്ടത് എന്നതിനെപ്പറ്റി അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ലേഖനം ഞാനിത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു. അപ്പം അതിനകത്ത് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന റെഫ്യൂജി ആയിട്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ വന്നിരിക്കുന്നവരെ എങ്ങനെയാണ് തിരികെ അയക്കേണ്ടത്. അപ്പം ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയുടെ താഴെ പല ആൾക്കാരും കമൻ്റ് ചെയ്തിട്ടുണ്ട്, ഇവരൊരു കാരണവശാലും തിരികെ പോകത്തില്ല, അവർ അവിടെ തന്നെ നിൽക്കുകയുള്ളൂ, തിരികെ പോകാൻ ഇവർക്ക് താല്പര്യം കാണത്തില്ല. അപ്പം ഇതിനകത്ത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇവരെ തിരികെ അയക്കേണ്ടത്. അതായത് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഇപ്പം ലെബനനിൽ ഈ ഇസ്രായേൽ അടിച്ച ശേഷം ഹിസ്ബുള്ള തീർന്ന് അവിടെ പ്രശ്നങ്ങളില്ലാതായി. അതേപോലെ സിറിയയിൽ പുതിയ ഭരണം വന്ന് അവിടെ പ്രശ്നങ്ങൾ ഏകദേശം മാറി എന്ന് തന്നെയാണ് ധരിക്കുന്നത്. അതേപോലെ പല ഇസ്ലാമിക രാജ്യങ്ങളിലും ഈ പറയുന്ന പോലെ അവിടുത്തെ പൊളിറ്റിക്സ് ആണെങ്കിലും അവിടുത്തെ പ്രശ്നങ്ങൾ, അവിടെ ഷിയ സുന്നി പ്രശ്നങ്ങളൊക്കെ ഇല്ലാത്ത രാജ്യങ്ങളുമായിട്ട് ഈ രാജ്യങ്ങൾ, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ ബന്ധമുണ്ടാക്കും നല്ല പോലെ. അതിനുശേഷം ഈ വന്നിരിക്കുന്ന റെഫ്യൂജീസ് അവർക്ക് നല്ല രീതിയിൽ പണം കൊടുക്കുക. ഏകദേശം ഓരോ വ്യക്തികൾക്കും, ഓരോ കുടുംബത്തിനും 1 ലക്ഷം യൂറോ മുതൽ 2-2.5 ലക്ഷം യൂറോ വരെ കുടുംബമായിട്ടുള്ളവർക്ക് കൊടുത്തു കഴിയുമ്പം, കാരണം അതൊരു ഹ്യൂജ് എമൗണ്ടാണ്. എന്നിട്ട് ഇതേ രാജ്യങ്ങളിൽ അവിടെ പ്രത്യേക കോളനികൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് വീടും താമസ സൗകര്യവും സ്കൂളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇത്രയും പണം കിട്ടുമ്പോൾ ഇവരെല്ലാം തിരികെ പോയി. അതിന് കാരണമുണ്ട്, അതിൻ്റെ സോഷ്യോ എക്കണോമിക് ഇഷ്യൂസ് ഉണ്ട്. ഈ വന്നിരിക്കുന്ന അറബ്സ് ആണെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നവർക്ക് അതിനകത്ത് 99% സാമ്പത്തികമായ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഇന്നീ നാൾ വരെ. കാരണം ഇവർ വരുന്ന പ്രത്യേക കൾച്ചറിൽ നിന്ന് ഇവർ വലിയ പഠിക്കാതെ കയറി വരുന്നത്. കാരണം ഇവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പരിപാടികളൊക്കെ കൊടുത്ത് ഒരു സെറ്റൻ ടൈമിന് ശേഷം മാത്രമേ ഇവർക്കത് ആക്റ്റീവായിട്ട് ഇവിടെ ബിസിനസ് ആണെങ്കിലും മറ്റു പലതിലും ചേരാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോഴും അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ബിലോ മിഡിൽ ക്ലാസ് ആണ്, അതായത് ഡൗൺ റോഡാണ്, ഏറ്റവും പൂർ എന്ന രീതി. കാരണം അവർക്ക് പൈസ കിട്ടുന്നുണ്ട്, ഓരോ ദിവസം കഴിഞ്ഞുകൂടാനുള്ള പണം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവർ സാമ്പത്തികമായിട്ടൊരു നേട്ടമുണ്ടാക്കിയവർ വളരെ വളരെ കുറവ്. കാരണം പഠിച്ചു വരാൻ സമയമാണ്. പിന്നെ അവരുടെ അടുത്ത തലമുറയൊക്കെ കഴിയുമ്പോൾ, അതായത് 10-40 വർഷം കഴിയുമ്പോഴാണ് ഒരു മാറ്റം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മളിപ്പം പല ആൾക്കാർ അമേരിക്കയിലൊക്കെ പോയി ആദ്യകാലത്തെ ആളുകൾ
ഈ പറഞ്ഞ പോലെ പണമൊന്നും ഉണ്ടാക്കില്ല. രണ്ടാമത്തെ ജനറേഷൻ മുതലാണ് ഇവർക്ക് ശരിക്കും പണം ഉണ്ടാക്കാൻ സാധിച്ചത്. ഇതേപോലെ തന്നെയാണ് ഈ റെഫ്യൂജി സ്റ്റാറ്റസിൽ വരുന്നവർക്ക് ഈ റൈറ്റർ പറയുന്നത്, ഇവർ വന്നപ്പം അവരെ സ്വീകരിച്ചു, അവരെ റെഫ്യൂജിയായിട്ട് ആക്സെപ്റ്റ് ചെയ്തു, അവർക്ക് ഭക്ഷണം കൊടുത്തു, അവർക്ക് വസ്ത്രം കൊടുത്തു, അവർക്ക് ഷെൽട്ടർ കൊടുത്തു, അതിനുശേഷം അവരുടെ കൾച്ചർ പഠിക്കാൻ വേണ്ടി അവർക്ക് സ്കൂളുകൾ പഠിക്കാൻ കൊടുത്തു. പിന്നീട് അവർ മറ്റുള്ളവർക്ക് അവിടെ ഗവൺമെൻറ്റിൽ, കാരണം മൈനോറിറ്റി സ്റ്റാറ്റസ് വെച്ച് സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ട് അവർക്ക് ജോലി വരെ കൊടുത്തു. പക്ഷേ അവർക്ക് ഒരു കാരണവശാലും ഇതേപോലെയുള്ള നാഗരിക കൾച്ചറുമായിട്ട് യോജിച്ചു പോകാൻ കഴിയാത്തതിൻ്റെ കാരണം ഇവരുടെ ഉള്ളിൽ തീവ്രമായ മതവിശ്വാസവും തീവ്രമായ മറ്റുള്ളവരെ ശത്രുക്കളായി അവരെ കൊന്നുകളയുക എന്നുള്ള ആശയമാണ് ആ ആർട്ടിക്കിളിനകത്ത് എഴുതിയിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ അത് ഞാൻ എൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ എടുത്ത് ഇടാൻ നോക്കാം. കാരണം ഇത് മുഴുവൻ ഞാൻ ഫ്രഞ്ച് ചെയ്തത് ഇംഗ്ലീഷിലാണ് അത് വായിച്ചത്. അപ്പം മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇവർ കൊടുക്കുവാണെങ്കിൽ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും നിങ്ങൾ ഈ പറയുന്നതല്ല, ഇത് പോകാനുള്ള സംഭവം പണ്ട് തന്നെ യൂറോപ്യൻസും ഫ്രഞ്ചുകാർ, കാരണം ഇവരിവിടുന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഇവരെങ്ങനെ തിരിച്ച് കയറ്റി അയക്കണം, തിരിച്ച് കയറ്റിയൊക്കെ പണം കൊടുക്കുക, ഇവരെ ഫ്ലൈറ്റ് ഫ്രീ ആയിട്ട് ഫ്ലൈ ചെയ്യുക, ആ രാജ്യത്ത് ഇവർക്ക് ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക. അതിനുശേഷം അവിടെ പോയ ശേഷം ഇവരിൽ പ്രത്യക്ഷമായുള്ള മാറ്റങ്ങൾ ഉണ്ടോ എന്ന് കണ്ട ശേഷം മാത്രം, അതായത് ശരിക്കും ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഇവരിൽ കുറച്ച് പേര് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇതാണ് പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ലേഖനത്തിൽ പറയുന്നത്, അപ്പോൾ ഇവരെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ലേബറിൻ്റെ ക്രൈസിസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്ത് ഓൾട്ടർനേറ്റീവ് പറയുന്നത്, അതിന് ഏറ്റവും നല്ലത് അതിന് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നത്, അതായത് യൂറോപ്യൻ കൾച്ചറുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നത് ബിലീഫ്സും ആണെങ്കിലും ഫെയ്ത്ത് ആണെങ്കിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ആളുകളെ കൊണ്ടുവരിക ലേബറായിട്ടോ അവിടുത്തെ സർവീസ് സെക്ടറിൽ. കാരണം ഇത് സ്പെയിനെയാണ് എടുത്ത് പറയുന്നത്. കാരണം സ്പെയിനിൽ ഇത് ഭയങ്കര സക്സസ്ഫുള്ളായിരുന്നു. സ്പെയിൻ ഒരു കാരണവശാൽ അറബിക്കായിട്ടുള്ളവരെ ഈ ആഫ്രിക്കയിലുള്ള കൂടുതൽ ആൾക്കാരെ അടുപ്പിക്കാൻ തയ്യാറാകാതെ അവർക്ക് സർവീസിനുള്ള ആൾക്കാർ ആവശ്യമുണ്ട്, അതായത് ജോലിക്ക് അവിടെ ആൾക്കാരുണ്ട്, അവരെന്ത് ചെയ്തു, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് യൂറോപ്യൻ രാജ്യത്തോട്ട് ആ സ്പെയിനിലോട്ട്. കാരണം ഈ ലാറ്റിൻ അമേരിക്കൻ അധികം രാജ്യങ്ങൾ സംസാരിക്കുന്ന ഭാഷ സ്പാനിഷാണ്. അപ്പോൾ അതും നന്നായി. അതുപോലെ ലാറ്റിൻ അമേരിക്ക, കാരണം സ്പാനിഷ് എന്ന് പറയുന്നത് പല യൂറോപ്യൻ രാജ്യങ്ങളിലും സംസാരിക്കുന്ന ഭാഷ കൂടിയാണ്. ഇതാണ് ഒരു ഓൾട്ടർനേറ്റീവ്. അപ്പം ഒരു കാര്യത്തിൽ വളരെ കൃത്യമാണ്, ഈ രാജ്യങ്ങൾക്കൊക്കെ അറിയാവുന്ന വസ്തുതയായിരുന്നു അവരിത്ര സ്നേഹം കൊടുത്ത് ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് അവരുടെ ഭരണാധികാരികളാണെങ്കിലും പോപ്പ് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് പോലും ഇവരെ തിരികെ അയക്കേണ്ട സമയത്ത് സൊല്യൂഷൻ അവൻ ഉണ്ടാക്കി വെച്ചിരുന്നു. അതായത് ഇത്ര പണം കൊടുക്കുക, അവരെ തിരികെ അയക്കുക, അതിനുശേഷം അവർ അവിടെ പോയി സെറ്റിലാകുക, അവർ മാറിയ ശേഷം മാത്രം അവിടെ തിരികെ കൊണ്ടുവരും. അപ്പോൾ അതായത് പറയാൻ പോകുന്ന ഇവിടെ ഞാൻ ഈ പറയുന്ന ആശയം എന്ന് പറയുന്നത്, അതായത് പണ്ട് ഫ്രഞ്ചുകാരൻ എഴുതിയിരുന്നത് ഇന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളും നടപ്പാക്കാൻ പോവുക. ഡെൻമാർക്ക് അതിൻ്റെ അവസാന സ്റ്റേജിലാണ്. അതേപോലെ തന്നെ മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടക്കുക. കാരണം ഡച്ച് നടപ്പിലാക്കാൻ പോവുകയാണ്, അവിടെ വന്നവരെ എങ്ങനെയെങ്കിലും അവിടുന്ന് തിരികെ കൊണ്ടുപോകാൻ വേണ്ടി. പിന്നീട് വേറെ സംഭവം എന്ന് പറയുന്നത്, ഇതേപോലെ ഈ യൂറോപ്പിൻ്റെ ബ്ലഡിലുള്ള സംഭവമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ഫ്രാൻസിൻ്റെ പോൾ പോഗ, അതായത് അദ്ദേഹം ഒരു ആഫ്രിക്കനാണ്. അദ്ദേഹം ഇവിടെ ഈ ഫ്രഞ്ച് ടീമിൻ്റെ നാഷണൽ ടീമിൻ്റെ പ്ലേയേഴ്സായിരുന്നു. വേൾഡ് കപ്പ് സമയത്ത് ഇദ്ദേഹം ഒരു ഇസ്ലാം അനുകൂലിച്ച് വളരെ ട്വീറ്റുകളൊക്കെ വരികയും അതേപോലെ കോർട്ടിൽ വെച്ച് പരസ്യമായിട്ടുള്ള പ്രാർത്ഥനയും പരിപാടികളൊക്കെ ഇത് കാണിക്കാറുണ്ട്. ഇത് ശരിക്കും ഇസ്ലാമിക ലോകത്തെക്കാളും ഇസ്ലാമിക മതഭീകരന്മാർക്ക് ഇദ്ദേഹം ഒരു ഐക്കോണിക് ഫിഗറായിട്ടങ്ങ് മാറി. അത് ഫ്രഞ്ച് താല്പര്യങ്ങൾക്കെതിരായിരുന്നു. കാരണം ബേസിക്കലി ഫ്രാൻസിലെ ഭൂരിപക്ഷം ഭാഗവും അവർ നിരീശ്വരവാദികളാണ്. കാരണം അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ ഇത് പരസ്യമായിട്ട് ഒരിടത്ത് പോയി കാണിക്കാനൊന്നും തയ്യാറാണ്. കാരണം പൂർണ്ണമായിട്ട് സെക്യുലർ രാജ്യമാണ് ഫ്രാൻസ്. പിന്നീട് പോൾ പോഗയുടെ പിന്നീടുണ്ടായ സംഭവം, അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലെയറായിരുന്നു. ലോകത്തെ പ്രധാനപ്പെട്ട എല്ലാ ക്ലബ്ബ് ഫുട്ബോളിൻ്റെ സംഭവമായിരുന്നു. പിന്നീട് നിങ്ങൾ കണ്ടു ഏതൊക്കെ കേസിലാണ് അയാൾ കുടുങ്ങിപ്പോയത്. അത് ഫ്രഞ്ച് ഗവൺമെൻറ് കുടുക്കിയത് അയാളെ. അതും ഇപ്പോൾ സോഷ്യൽ മീഡിയ വരിക. അയാൾ ഡ്രോപ്പ് കേസിൽ കുടുക്കി. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് സാധനങ്ങൾ കൊണ്ടുവന്ന് ഇത് അയാളുടെ ചേട്ടനെയും
ബ്രദേഴ്സിനെ രണ്ടുപേരെയും കുടുക്കി. അയാൾ ഫ്രാഞ്ച് ഫുട്ബോളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിന്നീട് അത് ജുവൻസിൽ കളിക്കാൻ പോയേക്കുമായിരുന്നു. അവിടുന്ന് അയാൾ ഒന്നുമല്ലാതെ അങ്ങ് മാറി. ഒറ്റയാ സംഭവം അവിടെ കാണിച്ച ഫ്രഞ്ചുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് ഫ്രഞ്ച് കൾച്ചറുമായിട്ട് യോജിച്ചു പോകുന്നില്ല. അതിനുശേഷം ഫ്രാൻസ് എടുത്ത തീരുമാനമാണ് കോർട്ടിൽ വെച്ച് മത്സരം ജയിച്ചാലോ തോറ്റാലോ എന്തുണ്ടെങ്കിൽ തന്നെ ഒരു കാരണവശാലും കോർട്ടിനകത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവങ്ങളും കാണിക്കാൻ പാടില്ല. നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫ്രഞ്ച് പ്ലെയേഴ്സ് ഫുട്ബോൾ കളിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ അവർ കുരിശ് വരയ്ക്കുന്നത്? നിങ്ങൾ ബ്രസീലിയൻ താരങ്ങളെ, അതേപോലെ അർജന്റീനൻ താരങ്ങളെയും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ നിങ്ങൾ കണ്ടു കാണും. ഫ്രഞ്ചുകാരത് ചെയ്യാറില്ല. ബേസിക്കലി അവർ സെക്യുലറാണ്. അവരെല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഫ്രഞ്ചിനകത്ത് ഇതേപോലെ ഇപ്പം സെനഡൈൻ സിഡാൻ ഫ്രാൻസിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അയാൾ മുസ്ലിമാണ്. അയാൾ ഒരു കാരണവശാൽ ഈ പരിപാടിക്കൊന്നും പോയിട്ടില്ല. പക്ഷേ ഇത് വിസിബിളായിട്ട് കൊണ്ടുവന്ന് ഒരു പ്രത്യേക വിഭാഗത്തെ അവരുടെ ഒരു ആരാധന കഥാപാത്രം പോൾ പോഗ്ബ ചെയ്തതാണ് അയാൾ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. അതിൻ്റെ പേരിൽ എന്താ, ഇപ്പോൾ ഫ്രാൻസിൻ്റെ പല താരങ്ങളെ എടുക്കാൻ നേരത്ത് കൃത്യമായി സ്കാൻ ചെയ്ത് എടുക്കത്തുള്ളൂ. കാരണം പഠിപ്പിച്ചെടുക്കുന്നവർ അക്കാഡമിയിൽ പോലും ഇത് സ്ട്രിക്റ്റ് ആക്കി മാറ്റി. ഇതാണ് ഞാൻ പറയുന്നത്. പല പൊട്ടന്മാർക്കും കേരളത്തിൽ ഈ പോഗ്ബയുടെ ഭയങ്കര ആരാധകരുണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കുന്ന സമയത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ, ഓരോ രാജ്യത്തിനും അതിൻ്റേതായ കൾച്ചറുണ്ട്, അവരുടെ സെക്യുലറിസം ഉണ്ട്. അതിനകത്ത് വെള്ളം ചേർക്കാൻ പോയാൽ ആ രാജ്യം അവരെ വിടത്തില്ല ഒരു കാരണവശാലും. അവരുടെ സിറ്റീസൺ ആയിരുന്നു ഈ പറയുന്ന ഫുട്ബോളർ. അവസാനം അയാൾ എവിടെ ചെന്നിരിക്കും? അയാൾ ഒന്നുമല്ലാതെ വലിയ പൂജ്യമായിട്ട് മാറി. അത് ഏറ്റവും നല്ലൊരു മിഡ്ഫീൽഡറായിരുന്നു ഇയാൾ. ഇതാണ് ഞാൻ പറയുന്നത്. പൊട്ടത്തരവും മണ്ടത്തരവും കാണിക്കുമ്പോൾ ഒരു രാജ്യത്തുനിന്ന് പുറത്ത് ദൂരക്കളയും. അതിനവർക്കൊക്കെ വഴിയുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കരുത് അകത്ത് കയറിയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ഇതൊക്കെ അതുകൊണ്ട് തന്നെയാണ് യൂറോപ്പ് സാമ്പത്തികമായിട്ട് ഇത്രയും മുന്നിൽ പോയത്. കാരണം അവർക്കറിയാം ഒരു പ്രശ്നം അല്ലെങ്കിൽ എത്രയോ വർഷം മുമ്പ് ആ ലേഖനം എഴുതി ആ ലേഖനം ഇന്ന് നടപ്പിലാക്കാൻ പോവാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. പൊട്ടത്തരവും വിഡ്ഢിത്തരമല്ല ഈ ലോകത്തെ നയിക്കുന്നത്. ഈ ലോകത്തെ നയിക്കുന്നത് യുക്തിപരമായ റീസണബിൾ ലൈഫുണ്ട്. ആ ലൈഫിനകത്ത് വെള്ളം ചേർത്ത് അതിനകത്ത് മതഭീകരത കലർത്താൻ പോയി കഴിഞ്ഞാൽ ഒരു രാജ്യവും ഒരു ലോകവും നിങ്ങളെ വെറുതെ വിടത്തില്ല. ഇതാണ് ഈ പറയുന്നത്. കാരണം എങ്ങനെ തിരിച്ചയക്കും, എങ്ങനെ പോകും, എങ്ങനെയാണ് ഫ്രഞ്ച് ഫുട്ബോളിലുണ്ടായത്. ഇതേപോലെ തന്നെ യൂറോപ്പിലെ പല ഫുട്ബോളിലും ഇതേപോലെ മതത്തെ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് തുലയ്ക്കാൻ പോവുക. അതും അവർ അതാണ് ഓരോന്നിൻ്റെ സംഭവങ്ങൾ മാറുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോഴും ഈ രാജ്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ടറിയാം എങ്ങനെ ടാക്കിൾ ചെയ്യണം, എങ്ങനെ അതാണ് ജർമ്മനിക്ക് അടി കിട്ടിയപ്പോൾ ജർമ്മനി ചെയ്ത പരിപാടി കണ്ടില്ലേ? ഇതായിരിക്കും ഇനി യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇനി ഉണ്ടാകാൻ പോകുന്നത്.